CCC ഒരുക്കുന്ന NTSC ഓറിയന്റേഷൻ പ്രോഗ്രാം ബയോളജിയുടെ സെഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നാഷണൽ ലെവലിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു മിനി സിവിൽ സർവീസസിനോട് നമുക്ക് ഉപമിക്കാൻ പറ്റിയ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും. നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സാറ്റ് മാറ്റ് എന്ന രണ്ട് പേപ്പറിലൂടെയാണ് എക്സാം കടന്നു പോകുന്നത്. ബയോളജി അതിൻ്റെ സാറ്റ് സെഷനിലാണ് വരുന്നത്. ഏകദേശം 100 മാർക്കിനോളം വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ഏരിയയിലാണ്, സാറ്റ് എന്ന സെഷനിലാണ് ബയോളജി വരുന്നത്. ഓക്കെ, നമ്മൾ ഈ സെഷനിൽ ബയോളജിയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്കാണ് കടക്കുന്നത്. എത്രത്തോളം നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ഡിസംബറിൽ ഇനി വരാൻ പോകുന്ന എക്സാമിനേഷന് എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് അറ്റൈൻ ചെയ്യാൻ കഴിയുക എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷനിലുള്ള പോരായ്മകളും മറ്റും പരിഹരിച്ചുകൊണ്ട് നാഷണൽ ലെവലിൽ തന്നെ ആ ടാലൻറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്കും അതോടൊപ്പം ഇനി വരുന്ന നിങ്ങളുടെ ഹയർ സ്റ്റഡീസ്, അത് ഹയർ സെക്കൻഡറിയിലായാലും ഗ്രാജുവേഷനിലായാലും പോസ്റ്റ് ഗ്രാജുവേഷനിലായാലും പിന്നെ റിസർച്ച് മേഖലകളിലെ ആയാലും നിങ്ങൾക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയ മേഖലയിലേക്ക് നിങ്ങളെ വളർത്തിയെടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു പോകേണ്ട ഒരു പ്രിപ്പറേഷനാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കിയിരിക്കുന്നത്. നമുക്കെന്തായാലും ബയോളജിയുടെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രീവിയസ് ഇയേഴ്സിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അതിൽ 15ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഡിസ്കഷനിലേക്ക് ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, ചൂസ് the correctly matched organism and its excretory organ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ചൂസ് ദി കറക്റ്റ്ലി മാച്ച്ഡ് ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എക്സ്ക്രീറ്ററി ഓർഗൻ. ഓപ്ഷൻ എ ഇൻസെക്റ്റ്, കിഡ്നി. ഓപ്ഷൻ ബി എർത്ത് വേമ, നെഫ്രീഡിയ. ഓപ്ഷൻ സി ഫ്രോഗ്, സ്കിൻ. ഓപ്ഷൻ 4 അമീബ, Malpighian tubules. The question is somewhat related with the excretory system, the excretory organs of different organisms. കിങ്ഡം അനിമേലിയയിലെ അനിമൽ കിങ്ഡത്തിലെ ജന്തുലോകത്തിലെ ചില അനിമൽസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. കിങ്ഡം അനിമേലിയയിലെ ചില മെമ്പേഴ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ മെമ്പേഴ്സുകളുടെ എക്സ്ക്രീറ്ററി ഓർഗൻ, അവയുടെ വിസർജനാവയവം, എക്സ്ക്രീറ്ററി ഓർഗൻ അവിടെ തന്നിട്ടുണ്ട്. അതിലേതാണ് സ്യൂട്ടാണ് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ലോവർ ക്ലാസ്സസിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത ചില പോയിന്റ്സുകൾ അതിലുണ്ട്. ഓക്കെ, നോക്കൂ, കറക്റ്റ്ലി മാച്ച്ഡ് ആണ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമതായിട്ട് അവർ പറയുന്നത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ നമ്പർ 1 ഇൻസെക്ട്സ്, കിഡ്നിയാണ്. ഇൻസെക്ട്സ്, കിഡ്നിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻസെക്ട്സ് ഏത് ഫൈലവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഓക്കെ, സ്പീഷീസ്, ജീനസ്, ഓക്കെ, സ്പീഷീസ്, ജീനസ്, ദെൻ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം എന്നൊരു ഹയറാർക്കിയൽ ഓർഡർ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. 8th സ്റ്റാൻഡേർഡിൽ ആ ഒരു കൺസെപ്റ്റ് ക്യാച്ച് ചെയ്തതാണ് അല്ലേ. സ്പീഷീസ് വരുന്നു, ദെൻ ജീനസ്, ദെൻ അതിൻ്റെ ഗ്രൂപ്പായിട്ട് ഫാമിലി, ദെൻ ഓർഡർ, ദെൻ ക്ലാസ്, ദെൻ ഫൈലം, ദെൻ കിങ്ഡം, ദെൻ വി ഗെറ്റ് ദി പ്ലാന്റ് കിങ്ഡം ഓർ ദ അനിമൽ കിങ്ഡം. ഓക്കെ, ജന്തുലോകം ഉണ്ടാകും, സസ്യലോകം ഉണ്ടാകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാറ്റഗറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ അനിമൽ കിങ്ഡത്തിലാണുള്ളത്. അനിമൽ കിങ്ഡത്തിലാണ് ഇൻസെക്ട്സ്, പ്രാണികളുള്ളത് അനിമൽ കിങ്ഡത്തിലാണ്. അനിമൽ കിങ്ഡത്തിലെ ഏത് ഫൈലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാണുക? കിങ്ഡത്തിൻ്റെ ലോവറായിട്ട് ഫൈലമാണല്ലോ. ഫൈലം കൂടിച്ചേർന്നതാണ് കിങ്ഡം. ഏത് ഫൈലത്തിലാണ് മക്കളെ ഇത് കാണുന്നത്? ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡ. ഓക്കെ, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈല? പോറിഫെറ, സീലൻഡ്രേറ്റ, ടിനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, അഷ്കെൽമിന്തസ്, അന്നല്ലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡേമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. ഞാൻ ഷോർട്ട് ഫോം തരാം, ശ്രദ്ധിച്ചോളൂ.
Listen please. Porifera, Coelenterata, Ctenophora, Platyhelminthes, Aschelminthes, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata, Chordata. For further reference, you visit a reference gate. Okay. So first phylum Porifera, then second Coelenterata, third Ctenophora, Platyhelminthes, Aschelminthes, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata, Chordata. These are the different types of phylum in kingdom Animalia. Then നോക്കൂ മക്കളെ, ഇതാണ് Arthropoda അല്ലേ? Sorry, this is what Annelida and this is what Arthropoda. ഈ ആർത്രോപോഡയുടെ മെമ്പറാണ് ഇൻസെക്ട. ഓക്കെ, ആർത്രോപോഡ ഫൈലമാണല്ലോ. ഫൈലത്തിന് താഴെ ആരാ വരിക? ഫൈലത്തിന് താഴെ ആരാണ്? ഫൈലത്തിന് താഴെ ക്ലാസ് ആണ്. ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് ആ ഒരു ഹൈറാർക്കിയൽ ഓർഡർ, ടാക്സോണമിക്കൽ ഹൈറാർക്കി, സ്പീഷീസ്, ജീനസ്, ദെൻ ക്ലാസ്, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഓക്കെ, കിങ്ഡം നമ്മൾ പ്ലേസ് ചെയ്തു. ദെൻ നമ്മൾ ഫൈലം ആർത്രോപോഡയെ എടുത്തു. അതിന് താഴെ ലോവർ സൈഡിൽ വരുന്നത് ദാറ്റ് ഈസ് ദി ക്ലാസ് ഇൻസെക്ട. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് ക്ലാസ്. ഓക്കെ, ലാർജസ്റ്റ് ക്ലാസ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇൻസെക്ട്സ് ആണ്. 10ൽ 7 ആളുകൾ ഇൻസെക്റ്റ് ആണ്. 70% അനിമൽസ് ഇൻസെക്ട്സ് ആണ്. ഓക്കെ, ആ ഇൻസെക്ട്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് നമുക്ക് പറയാൻ പറ്റൽ ആരെയാണ്? ദാറ്റ് ഈസ് ദി മൽപീജിയൻ ട്യൂബ്യൂൾസ്. Malpighian tubules. That is the Malpighian tubules. Malpighian tubules ആണ്. Okay, Malpighian tubules. Malpighian tubules. Okay, Malpighian tubules ആണ്. That you have already learned your 9th standard. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 നോക്കൂ നിങ്ങൾ. ഓപ്ഷൻ 1 ഇൻസെക്ട്സ്, കിഡ്നി. അത് ഇൻസെക്ട്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ല. കിഡ്നി ഒക്കെ കോഡേറ്റ്സിലാണ് വരുന്നത്. ഓക്കെ, കോഡേറ്റ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനായിട്ടാണ് കിഡ്നി വരുന്നത്. ഓക്കെ, ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ അത് ഫൈലം ആർത്രോപോഡയാണ്. അതൊരു നോൺ കോഡേറ്റ് ആണ്. ഓക്കെ, നോൺ കോഡേറ്റ് ആണ്, കോഡേറ്റ് അല്ല, നോൺ കോഡേറ്റ് ആണ്. നോൺ കോഡേറ്റിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് കിഡ്നി വരുന്നില്ല. ഓക്കെ, അവിടെ മൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ എർത്ത് വാം നെഫ്രീഡിയ. ഓക്കെ, എർത്ത് വാം നെഫ്രീഡിയ. ഓക്കെ, എർത്ത് വാം നെഫ്രീഡിയ എന്നതാണ് വന്നിട്ടുള്ളത്. സോ സെക്കൻഡ് ഓപ്ഷൻ എർത്ത് വാം. നോക്കൂ, എർത്ത് വാം ഏതാ ഫൈലം? എർത്തുവാം. എന്താണ് എർത്തുവാമിൻ്റെ സയൻറ്റിഫിക് നെയിം? പറൈറ്റിമ അല്ലേ? പറൈറ്റിമ പോസ്റ്റുമേ. ഹയർ ക്ലാസ്സസിലൊക്കെ നിങ്ങൾ പഠിക്കും. ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ആ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. എർത്തുവാമിൻ്റെ സയൻറ്റിഫിക് നെയിം പറൈറ്റിമ പോസ്റ്റുമേ. ജീനസ് നെയിം ആൻഡ് സ്പീഷീസ് നെയിം പറൈറ്റിമ പോസ്റ്റുമേ. എർത്തുവാം എന്ന ഓർഗാനിസം ഏത് ഫൈലത്തിലാണ് വരുന്നത്? ദാറ്റ് ഈസ് ഫൈലം അന്നല്ലിഡ ഫൈലത്തിലാണ് എർത്തുവാം വരുന്നത്. എർത്തുവാമിൻ്റെ ബോഡി സെഗ്മെന്റഡ് ആണ് അല്ലേ? സെഗ്മെന്റഡ് ആണ്. ഓക്കെ, 100 to 120 സെഗ്മെന്റ്സ് ഉണ്ട്. മോർ ദാൻ 100 സെഗ്മെന്റ്സ് ഉണ്ട് എർത്തുവാമിൻ്റെ ബോഡിയിൽ. 100 to 120 സെഗ്മെന്റ്സ് അല്ലെങ്കിൽ മെറ്റാമിയേഴ്സ് ഉണ്ട്. എർത്തുവാമിൻ്റെ ബോഡി നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ, ഓരോരോ സെഗ്മെന്റുകളായിട്ടാണ് പോകുന്നത് അല്ലേ? ഇങ്ങനെ സെഗ്മെന്റുകളായിട്ടാണ്. ഇതല്ലാതെ ഒന്നുമില്ല. ഓക്കെ, കംപ്ലീറ്റ് സെഗ്മെന്റേഷൻ, ട്രൂ സെഗ്മെന്റേഷൻ ഈസ് സീൻ ഇൻ ഫൈലം അന്നലിഡ. ദാറ്റ് ഈസ് ദ എർത്തുവാം. ഓക്കെ, എർത്തുവാം. അപ്പോൾ എർത്തുവാം സെഗ്മെന്റഡ് ബോഡിയാണ്, ട്രൂ സെഗ്മെന്റേഷൻ ആണ്. ഓക്കെ, ആ എർത്തുവാം ഫൈലം അന്നലിഡയാണ്. ആ എർത്തുവാമിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ, ഓക്കെ, ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് എർത്തുവാം ദാറ്റ് ഈസ് നെഫ്രീഡിയ. ദാറ്റ് ഈസ് കറക്റ്റ്, നെഫ്രീഡിയയാണ് എർത്തുവാമിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് നെഫ്രീഡിയ. ക്ലിയർ ആയോ? ഓക്കെ, നെഫ്രീഡിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെഫ്രീഡിയ ഉണ്ട്. സെപ്റ്റൽ നെഫ്രീഡിയ,
ഇൻറ്റഗുമെന്ററി നെഫ്രീഡിയ, ഫാരീഞ്ചിയൽ നെഫ്രീഡിയ. ഓക്കെ, 3 ടൈപ്പ് നെഫ്രീഡിയ ഉണ്ട്. സെപ്റ്റൽ നെഫ്രീഡിയ, ഇൻറ്റഗുമെന്ററി നെഫ്രീഡിയ, ഫാരീഞ്ചിയൽ നെഫ്രീഡിയ. അതിന് ഫർദർ വീഡിയോസിൽ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻസ് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിൽ നിങ്ങളുടെ ലോവർ സ്റ്റാൻഡേർഡ്സിൽ നിങ്ങൾ പഠിച്ചതാണ് ഈ ഒരു വേർഡ്. ഓക്കെ, അപ്പോൾ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വന്നിട്ടിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എർത്ത് വോം നെഫ്രീഡിയയാണ്. നെഫ്രീഡിയ എർത്തുവോമിൻ്റെ ഫൈലം അനിലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗനാണ്. അവിടെ സെപ്റ്റൽ നെഫ്രീഡിയ, ദെൻ ഇൻറ്റഗുമെന്ററി നെഫ്രീഡിയ, ദെൻ ഫാരീഞ്ചിയൽ നെഫ്രീഡിയ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെഫ്രീഡിയ ആർ പ്രസൻറ്റ്. ആൻഡ് കം ടു ദി തേർഡ് ഓപ്ഷൻ, ഫ്രോഗ്. ഫ്രോഗിൻ്റെ കേസിൽ സ്കിന്നാണ് വന്നിരിക്കുന്നത്. ഫ്രോഗിൻ്റെ കേസിൽ സ്കിന്നാണ്. ഫ്രോഗ് കോഡേറ്റ്സ് ആണ് അല്ലേ, ഫ്രോഗ് കോഡേറ്റ്സ് ആണ്. അപ്പോൾ ഏതാകും എക്സ്ക്രീറ്ററി ഓർഗൻ? ഫ്രോഗിൻ്റെ കേസിൽ ഏതാണ് എക്സ്ക്രീറ്ററി ഓർഗൻ? ഫ്രോഗിൻ്റെ കേസിൽ എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ. ഓക്കെ, പെയേർഡായ കിഡ്നിയാണ്. ഫ്രോഗിൻ്റെ വേർട്ടിബ്രൽ കോളത്തിൻ്റെ സൈഡിലായിട്ട് കാണുന്ന പെയേർഡ് കിഡ്നീസ് are the excretory organ in the case of what? Frog, chordata. Okay, you refer NCERT textbook on +1 standard and you can find out the diagram regarding the anatomy of frog. Okay, +1 ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ അവിടെ 3rd ചാപ്റ്ററിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഫ്രോഗിൻ്റെ അനാറ്റമിക്കൽ സിസ്റ്റം. അതിൽ കിഡ്നി കാണിക്കുന്നുണ്ട്. കിഡ്നിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ. അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കോഡേറ്റ എന്ന് പറയുമ്പോൾ പിന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ ആർക്കാണ് മക്കളെ സാധ്യതയുള്ളത്? അവിടെ സാധ്യത വരുന്നത് ദാറ്റ് ഈസ് വാട്ട്, കിഡ്നിയാണ്. ദെൻ അമീബൻ്റെ കേസിൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. എർത്തുവോമിൻ്റെ കേസ് പറഞ്ഞു, ഫ്രോഗിൻ്റെ കേസ് പറഞ്ഞു. ദെൻ അമീബയാണ് വരുന്നത്. അമീബ ലോവർ ഓർഗാനിസംസ് ആണ് അമീബ. അമീബൻ്റെ കേസിൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇൻസെക്ട്സിൻ്റെ ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലേ. അമീബൻ്റെ കേസിൽ എക്സ്ക്രീറ്ററി ഓർഗൻ ആരാ? അമീബൻ്റെ കേസിൽ എക്സ്ക്രീറ്ററി ഓർഗൻ കോൺട്രാക്ടൈൽ വാക്യൂളാണ്. കോൺട്രാക്ടൈൽ വാക്യൂൾ. ഓക്കെ, യു ഓൾറെഡി ലേൺ the concept. Contractile vacuole. Okay, vacuole means a membrane bound space present in the cytoplasm of a cell. A membrane bound space present in the cytoplasm of a cell. ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന മെംബ്രെയിനാൽ ചുറ്റപ്പെട്ടൊരു സ്പേസിനെയാണ്, മെംബ്രെയിൻ ബൗണ്ട് സ്പേസിനെയാണ് നമ്മൾ ഈ കോൺട്രാക്ട് വാക്യൂൾ എന്ന് പറയുന്നത്. സോ വാക്യൂൾസ് ആർ നത്തിങ് ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. It's a cell organelles. It is a membrane bound cell organelle present in the cytoplasm of a cell. And if inside a vacuole water is present, we call water vacuole. Inside a vacuole food is present, we call it is food vacuole. Inside a vacuole the excretory substance are present and that vacuole helps in excretion. At that time we call it is an excretory vacuole, that is the contractile vacuole. So contractile vacuole present in the amoeba that help in what? Excretion. Okay, about question number 1, choose the correctly matched organism and its excretory organ. Simple concept. Okay, then ഒരു ഹയർ ലെവൽ റീഡിങ് നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ കൺസെപ്റ്റ് എല്ലാം കിട്ടും. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ് NTSC എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിപ്പയർ ചെയ്തത്. ഇൻസെക്ട്സിൻ്റെ കേസിൽ കിഡ്നി അല്ല, മൽപീജിയൻ ട്യൂബിൾസ് ആണ്. എർത്തുവോമിൻ്റെ കേസിൽ നെഫ്രീഡിയ, ദാറ്റ് ഇസ് കറക്റ്റ്. ഫ്രോഗിൻ്റെ കേസിൽ സ്കിന്നല്ല, കിഡ്നിയാണ്. അമീബൻ്റെ കേസിൽ മൽപീജിയൻ ട്യൂബ്യൂൾസ് അല്ല, കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് ആണ്. വാക്യൂൾസ് ആർ നത്തിങ് ബട്ട് മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് present inside the cytoplasm of a cell and it helps in excretion. What we call it is contractile vacuole. Okay, second question. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് glucose. Choose the wrong statement about the glycolysis. Okay, second question.
ഗ്ലൈക്കോലൈസിസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഗ്ലൈക്കോലൈസിസ് നോക്കാം. നമുക്ക് എന്താണ് ഗ്ലൈക്കോലൈസിസ്? യു ഓൾറെഡി ലേൺ ദ കൺസെപ്റ്റ് ഓൺ 9th സ്റ്റാൻഡേർഡ്. ഓക്കെ, ഗ്ലൈക്കോലൈസിസ് എന്താണ് എന്ന് നമുക്ക് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശേഷം നമുക്കതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. അതിലേതാണ് ഫോൾസ്, ഏതാണ് റോങ് എന്നത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഗ്ലൈക്കോലൈസിസ്, ഗ്ലൈക്കോ മീൻസ് ഗ്ലൂക്കോസ്. Lysis means what? Lysis means breakdown. Glycolysis, breakdown of the glucose. So what happened here? Glucose is breakdown into pyruvic acid. Okay, ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. 9th സ്റ്റാൻഡേർഡിൽ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ചാപ്റ്ററിൽ നിങ്ങളിത് പഠിച്ചതാണ്. ഓക്കെ, 9th സ്റ്റാൻഡേർഡിൽ ഒക്കെ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്വസനവുമായിട്ട് പഠിക്കുന്ന ചാപ്റ്ററിൽ ഈ കൺസെപ്റ്റ് എല്ലാം പഠിച്ചതാണ്. അപ്പോൾ ഗ്ലൈക്കോലൈസിസ്, ഗ്ലൈക്കോ മീൻസ് all of you say glyco means glucose, lysis means breakdown. So breakdown of the glucose. Here the glucose is breakdown into pyruvic acid. Glucose is breakdown into 2-pyruvic acid. Here glucose 6 carbon C6H12O6. ആ 6 കാർബൺ കോമ്പൗണ്ട് ആയ ഗ്ലൂക്കോസ് 3 കാർബൺ കോമ്പൗണ്ട് ആയ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. C3H4O3. ഓക്കെ, C6H12O6 എന്ന 6 കാർബൺ കോമ്പൗണ്ട് ആയ ഗ്ലൂക്കോസ് ദെൻ 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള 2 പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതൊരു 10 മെറ്റബോളിക് റിയാക്ഷൻസ് ആട്ടോ. 10 സ്റ്റെപ്പുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് ആണ്. ഓക്കെ, 10 സ്റ്റെപ്പുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് ആണ്. ആ 10 സ്റ്റെപ്പുള്ള മെറ്റബോളിക് റിയാക്ഷൻസിൻ്റെ പ്രത്യേകത, അവിടെ ഗ്ലൂക്കോസ് ഉണ്ട്, ഗ്ലൂക്കോസ് 6-phosphate, ദെൻ ഫ്രക്ടോസ് 6-phosphate, ഫ്രക്ടോസ് 1,6-diphosphate, ഗ്ലിസറാൾഡിഹൈഡ്, ഡൈഹൈഡ്രോക്സി അസിറ്റോൺ, 3-phosphoglyceric acid, 2-phosphoglyceric acid, phosphonol pyruvate. ഓക്കെ, 10 മെറ്റബോളിക് സ്റ്റെപ്സ് ആണ്. ഓക്കെ, നോക്കൂ ഏതൊക്കെയാ. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൂക്കോസ്, ദെൻ ഗ്ലൂക്കോസ് 6-phosphate, ദെൻ ഫ്രക്ടോസ് 6-phosphate, ഫ്രക്ടോസ് 1,6. ഗ്ലൂക്കോസിൽ നിന്ന് എൻസൈംസിൻ്റെ സഹായത്തോടു കൂടി ഹെക്സോകൈനേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ഫ്രക്ടോസ് ഉണ്ടാകുന്നു. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ 10 മെറ്റബോളിക് റിയാക്ഷനാണ്, ഒരു റിയാക്ഷൻ അല്ല. ഗ്ലൂക്കോസ് കഴിഞ്ഞാൽ അടുത്തത് പൈറുവിക് ആസിഡ് അല്ല. ഞാൻ ബോർഡ് മേൽ അങ്ങനെ എഴുതിയതാണെങ്കിലും ഗ്ലൂക്കോസ് കഴിഞ്ഞാൽ പിന്നെ വേഗം അടുത്തത് പൈറുവിക് ആസിഡിന് കിട്ടില്ല. അങ്ങനെയല്ല റിയാക്ഷൻ, അതൊരു 10 സ്റ്റെപ്പ് മെറ്റബോളിക് റിയാക്ഷനാണ്. ഓക്കെ, ഏകദേശം ഒരു 10 സ്റ്റെപ്പ് മെറ്റബോളിക് റിയാക്ഷനാണ്. അതിൻ്റെ അവസാനത്തെ പ്രോഡക്റ്റ് ആണ് ആര്? പൈറുവിക് ആസിഡ്. ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഗ്ലൂക്കോസ് ആൻഡ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് പൈറുവിക് ആസിഡ്. ഓൾ ഓഫ് യു ക്ലിയർ? The first product is glucose and the final product is pyruvic acid. Okay, so first of all we get what? Glucose. Then this glucose is converted into fructose, glucose 6-phosphate. Glucose is converted into glucose 6-phosphate, then glucose 6-phosphate into fructose 6-phosphate, fructose 1,6-diphosphate, then glyceraldehyde, dihydroxyacetone, 3-phosphoglyceric acid, 2-phosphoglyceric acid, phosphonol pyruvate, and finally we get what? Pyruvate with the help of enzymatic reactions. Clear? Okay, adana glucose, adana glycolysis. Okay, and this glycolysis is the first step in what? Respiration. It is the first step in respiration. It is the first step in respiration means it is the first step in what? Anaerobic respiration and also aerobic respiration. Okay, aerobic respiration-ilum anaerobic respiration-ilum. Okay, രണ്ട് respiration ഉണ്ടല്ലോ. Anaerobic respiration ഉണ്ട്. എന്താ anaerobic respiration? എന്താ മക്കളെ anaerobic respiration? Absence of oxygen.
absence of oxygen. Aerobic respiration means presence of oxygen. Presence of oxygen. അപ്പോൾ എനൈറോബിക് റെസ്പിറേഷനിലും എയ്റോബിക് റെസ്പിറേഷനിലും കോമൺ ആയിട്ട് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോലൈസിസ്. ബേസിക് ഇൻഫർമേഷൻ ആയല്ലോ, ബേസിക് ഇൻഫർമേഷൻ ആയല്ലോ. ദെൻ യു ആർ ഫർദർ റീഡിങ്, ഓക്കെ, യു ആർ ഫർദർ പ്രിപ്പറേഷൻ, okay, that will clear all the topic regarding glycolysis. Okay, so glycolysis means splitting of the glucose, splitting of the glucose. Glycolysis ne vilikkunna mattoru perana EMP pathway, EMP pathway. Okay, glycolysis ne vilikkunna mattoru perana, another name, that is EMP pathway, because this was discovered by Emden, Merhoff and Parnas. This pathway was discovered by Emden, Merhoff and Parnas. That's why glycolysis is otherwise known as what? EMP pathway. Here glucose is what? Break down into what? 2 molecules of 3 carbon, that is pyruvic acid, and this is common in what? Aerobic and anaerobic respiration. It is a enzymatically catalyzed reaction taking place inside the body of an organism. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഓപ്ഷൻസിലേക്ക് പോകാം. ഓക്കെ, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ഗ്ലൈക്കോലൈസിസ്. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോലൈസിസുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് പറയാനാണ്. ഓക്കെ, ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ അല്ല, glucose is converted into pyruvic acid ആണ്. Glucose is converted into pyruvic acid ആണ്. Wrong ആണ് കേട്ടോ. Takes place in cytoplasm. Takes place in cytoplasm. Yes, അത് കറക്റ്റ് ആണ്. സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോലൈസിസ് നടക്കുക. ക്രബ്സ് സൈക്കിൾ എവിടെ വെച്ചാൽ മക്കളെ നടക്കുക? ക്രബ്സ് സൈക്കിൾ എവിടെ വെച്ചാൽ നടക്കുക? ക്രബ്സ് പരിവൃത്തി എന്ന് പറഞ്ഞിട്ട് 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചല്ലോ ക്രബ്സ് സൈക്കിള്. ക്രബ്സ് സൈക്കിൾ എവിടെ വെച്ചാൽ നടക്കുക? ഓക്കെ, പറയൂ, എവിടെ വെച്ചാൽ? അത് മൈറ്റോകോൺഡ്രിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നടക്കുക അല്ലേ? ഇവിടെ ഗ്ലൈക്കോലിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസിൽ തന്നെയാണ്. ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ. ഗ്ലൈക്കോലൈസിസിന് ഓക്സിജന് വേണ്ട. എനൈറോബിക് റെസ്പിറേഷനിൽ നടക്കുന്നുണ്ട്. ഗ്ലൈക്കോലിസിസിന് ഓക്സിജൻ വേണമെന്നൊന്നുമില്ല. ഓക്കെ, ദ ഫസ്റ്റ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ, അത് സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് ഫേസ് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൈക്കോലൈസിസ് ആണ്. ദെൻ ആണ് ക്രബ്സ് സൈക്കിൾ വരുന്നത്. പിന്നെയാണ് ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ സിസ്റ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫേസ് തന്നെയാണ്. അപ്പോൾ നോക്കൂ ആ ഓപ്ഷൻസ്. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ അല്ല, പൈറുവിക് ആസിഡ് ആണ്. ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം കറക്റ്റ് ആണ്. ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ, എനൈറോബിക് നടക്കുന്നുണ്ട്. ദ ഫസ്റ്റ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ഇറ്റ്സ് കറക്റ്റ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ സിലബസിൻ്റെ NTSC എക്സാമിനേഷൻ്റെ സിലബസിൻ്റെ സുവോളജി പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് disease? Which one of the following is a sexually transmitted disease? Very simple question. Okay, NTSC കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാ ക്വസ്റ്റ്യൻസും ടഫാണ്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തില്ല എന്നുള്ള ധാരണ എല്ലാം നമുക്ക് മാറ്റാം. വളരെ സിമ്പിളായ നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്ട്രാ റീഡിങ്ങിൽ നിന്ന് നിങ്ങൾ ക്യാച്ച് ചെയ്ത ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ which one of the following is a sexually transmitted disease? സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി, ലൈംഗിക ബന്ധത്തിലൂടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് ഏതാണ് എന്നുള്ളതാണ്. അവിടെ നോക്കൂ, ഓപ്ഷൻസിൽ വന്നിട്ടുള്ളത് കെല അസാർ വന്നിട്ടുണ്ട്, ദെൻ അതുപോലെ സിഫിലിസ് വന്നിട്ടുണ്ട്, ദെൻ സ്ലീപ്പിംഗ് സിക്നെസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തേത് കെല അസാറാണ്. ഈ കെല അസാറാണ് നമ്മൾ ബ്ലാക്ക് ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കെല അസാർ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? ബ്ലാക്ക് ഫീവർ. ഓക്കെ, ബ്ലാക്ക് ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെല അസാറാണ്. അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ലീഷ്മാനിയ പാരസൈറ്റ്സ് ആണ്. ഓക്കെ, ലീഷ്മാനിയ പാരസൈറ്റ്സുകളാണ്.
ലീഷ്മാനിയ പാരസൈറ്റ്സുകളാണ് ആ ഡിസീസ് കോസ് ചെയ്യണത്. ഓക്കെ, കെല്ല അസാർ, the black fever. Why it is called as the black fever? The dark spot on the skin. Okay, darkening of skin. സ്കിന്ന് ഡാർക്കൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിന്ന് ഡാർക്ക് കളർ ആകുന്നത് കൊണ്ടാണ് അതിന് ബ്ലാക്ക് ഫീവർ എന്ന് പറയുന്നത്. ബ്ലാക്ക് ഡെത്ത് അല്ല കേട്ടോ, ബ്ലാക്ക് ഡെത്ത് അല്ല. ബ്ലാക്ക് ഡെത്ത് ഏതാ ഡിസീസ്? ബ്ലാക്ക് ഡെത്ത് ഏതാ ഡിസീസ്? അത് പ്ലേഗാണ്. ഓക്കെ, പ്ലേഗ് ആണ് നമ്മൾ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. ഇത് ബ്ലാക്ക് ഫീവർ ആണ്. സോ വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് ബ്ലാക്ക് ഫീവർ? ഡാർക്കനിങ് ഓഫ് സ്കിൻ. ഓക്കെ, സോ ലീഷ്മാനിയ പാരസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സ്പ്ലീനിനെയും ലിവറിനെയും ബോൺമാരോനൊക്കെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഫസ്റ്റ് ഓപ്ഷനിലുള്ളത്. ഇനി മറ്റൊന്ന് വന്നിട്ടുള്ളത് സിഫിലിസ് ആണ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സിഫിലിസ് ആണ്. ഓക്കെ, സിഫിലിസ് ആണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സിഫിലിസ് ആണ്. അത് കോസ് ചെയ്യുന്നത് ബാക്ടീരിയയാണ്. ട്രിപ്പോനീമ പല്ലിഡം. ട്രിപ്പോനീമ പല്ലിഡം. ഓക്കെ, ട്രിപ്പോനീമ പല്ലിഡം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് സിഫിലിസ് എന്ന് പറയുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, സിഫിലിസ് എന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കോസ് ചെയ്യുന്നത് ട്രിപ്പോനീമ പല്ലിഡം എന്ന ഒരു ഓർഗാനിസാണ്. അത് ക്രിയേറ്റ് ചെയ്ത് വെക്കാം, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒന്നാമത്തേത് കെല അസാർ, രണ്ടാമത്തേത് സിഫിലിസ്. സിഫിലിസ് ആണ് കറക്റ്റ് ആൻസർ. ദെൻ മറ്റൊരു ഓപ്ഷനും കൂടി അവിടെ വന്നിട്ടുണ്ട്, സ്ലീപ്പിംഗ് സിക്നസ്. ഓക്കെ, സ്ലീപ്പിംഗ് സിക്നസ്. നോക്കൂ മക്കളെ, സ്ലീപ്പിംഗ് സിക്നസ്. ഓക്കെ, സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുമ്പോൾ ട്രിപ്പനോസോമ. ഓക്കെ, ട്രിപ്പനോസോമ ബ്രുഷെ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ട്രിപ്പനോസോമ. ട്രിപ്പനോസോമ ബ്രുഷെ. ഓക്കെ, ട്രിപ്പനോസോമ ബ്രുഷെ എന്ന് പറയുന്ന സ്പീഷീസ് ആണ് സ്ലീപ്പിംഗ് സിക്നസ് എന്ത് ചെയ്യണത്, കോസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യന് ക്ലിയർ ചെയ്യൂ ഒന്നും കൂടി ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്? ഓപ്ഷൻ എ ബ്ലാക്ക് ഫീവർ ആണ്. അത് ലീഷ്മാനിയ പാരസൈറ്റ്സ് ആണ്. ഡാർക്കനിങ് ഓഫ് സ്കിൻ ആണ്. അതൊരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ല. സിഫിലിസ് ആണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ബിക്കോസ് ട്രിപ്പോനീമ പാലിഡം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് അത് കോസ് ചെയ്യുന്നത്. ദെൻ സ്ലീപ്പിംഗ് സിക്നസ് ട്രിപ്പനോസോമ ബ്രുഷെ എന്ന് പറയുന്ന ഓർഗാനിസമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടൈഫോയിഡ് അത് കോമൺ ആയിട്ട് നിങ്ങൾ കേട്ടതല്ലേ? ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി അല്ലേ? സൽമോണല്ല ടൈഫി ആണ് ടൈഫോയിഡ് കോസ് ചെയ്യുന്നത്. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ്, കണ്ടാമിനേറ്റഡ് ചെയ്യപ്പെട്ട ഫുഡും വാട്ടറും വഴിയാണ് ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കാം. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈനെയാണ് ആ ഡിസീസ് ബാധിക്കുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനെയാണ് ആ ഡിസീസ് ബാധിക്കുന്നത്. വിഡാൽ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ടൈഫോയിഡിന് കൺഫർമേറ്ററി ടെസ്റ്റാണ് വിഡാൽ. അപ്പോൾ ടൈഫോയിഡ് ആരാ മക്കളെ കോസ് ചെയ്യുന്നത്? സൽമോണല്ല ടൈഫി. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ് അതിൻ്റെ ബാക്കി പത്രമായിട്ട് വരുന്നത്. അങ്ങനെയാണ് ആ ഡിസീസ് ഉണ്ടാകുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനെയാണത് അഫക്റ്റ് ചെയ്യുന്നത്. കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് അത് കൺഫേം ചെയ്യുന്ന, ഉറപ്പിക്കുന്ന ടെസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് വിഡാൽ ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് സിഫിലിസ് കൺഫേം ചെയ്യാം. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സിഫിലിസ് തന്നെയാണ്. മനസ്സിലായല്ലോ? ദെൻ ഇതല്ലാതെ ഏതൊക്കെ ഡിസീസസ് ആണ് അവിടെ വരുന്നത്? ഗൊണോറിയ വരുന്നുണ്ട് അല്ലേ? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ ഗൊണോറിയ വരുന്നുണ്ട്, സിഫിലിസ് വരുന്നുണ്ട്, ജനൈറ്റൽ ഹെർപ്സ്, ജനൈറ്റൽ വാർഡ്സ്, ക്ലാമിഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഇതെല്ലാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് തന്നെയാണ്. അത് നിങ്ങളുടെ ഒരു എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളൊരിക്കലും ടെൻസ്ഡ് ആവണ്ട. ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. NT എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ഹാർഡ് വർക്ക് ഒരു ബൗണ്ടറിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പറയുന്നത്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് സിഫിലിസ് എന്നതിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി നിൽക്കരുത്. ഓക്കെ, ആ കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ. മറ്റു കുറച്ച് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കൂടിയുണ്ട്. അത് ഓൾറെഡി നിങ്ങളുടെ പ്രീവിയസ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുത്ത കൺസെപ്റ്റ് തന്നെയാണ് ഗൊണോറിയ, സിഫിലിസ്, ജനൈറ്റൽ ഹെർബ്സ്, ജനൈറ്റൽ വാർഡ്സ്, ക്ലാമിഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി. ഓൾ ദീസ് ആർ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഓക്കെ, നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
Okay, students, question number 4. Fungal cell wall is made up of. Fungal cell wall is made up of. Option A, chitin. Option B, peptidoglycan. Option C, protein. Option D, amino acid. Okay. Fungal cell wall is made up of fungus. ഓക്കെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 4 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓക്കെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കൂ. ലിവിങ് വേൾഡിൽ ജീവനുള്ളതിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗെ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. സ്പീഷീസ്, ജീനസ്, then family, order, class, phylum, kingdom. There are 5 kingdoms: Monera, Protista, Fungi, Plantae, Animalia. അതിൽ ഫംഗസിനെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫംഗൽ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ്. ഓക്കെ, ഫംഗസ് നിങ്ങൾ ക്യാച്ച് ചെയ്തെടുത്ത ഫംഗസ് ഏതൊക്കെ, നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്ന ഫംഗസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗസ്, എല്ലായ്പ്പോഴും ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ഒരു ഫംഗസ് ഉണ്ടല്ലോ. ഓക്കെ, ഒരുപാട് എക്സാമിനേഷനൊക്കെ ചോദിക്കുന്ന, ഓക്കെ, കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അലക്സാണ്ടർ ഫ്ലെമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫംഗസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് തുടങ്ങാം. പെൻസിലിയം അല്ലേ, പെൻസിലിയം നൊട്ടേറ്റം, അലക്സാണ്ടർ ഫ്ലെമിങ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഫംഗൽ അറ്റാക്കാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെയാണ് ഫംഗസിനെതിരെയുള്ള അല്ലെങ്കിൽ മറ്റ് ആൻറ്റിബയോട്ടിക്സുകൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ പെൻസിലിയം നൊട്ടേറ്റം അതാണ് ഫംഗസ്. അപ്പോൾ അത്തരത്തിലുള്ള ഫംഗസിൻ്റെ സെൽ വോള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് ഏതാണ് എന്നുള്ളതാണ്. കൈറ്റിൻ ആണോ, പെപ്റ്റിഡോഗ്ലൈക്കൻ ആണോ, പ്രോട്ടീൻ ആണോ, അമിനോ ആസിഡ്സ് ആണോ? അമിനോ ആസിഡ്സ് ഓൾറെഡി നിങ്ങൾ കേട്ടതാണ്. അമിനോ ആസിഡിൽ നിന്നാണ് പ്രോട്ടീനിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. അമിനോ ആസിഡ് മോണോമറാണ്, പ്രോട്ടീന് പോളിമറാണ് അല്ലേ. അമിനോ ആസിഡ് മോണോമറാണ്, പ്രോട്ടീന് പോളിമറാണ്. അമിനോ ആസിഡ്സുകളുടെ പോളിമറാണ് പ്രോട്ടീൻ. അമിനോ ആസിഡ്സുകൾ കൂടിച്ചേർന്നതാണ് പ്രോട്ടീൻ. ഓക്കെ, അത് രണ്ടുമല്ല. അമിനോ ആസിഡ് എന്ന മോണോമർ കൊണ്ടോ പ്രോട്ടീൻ എന്ന പോളിമർ കൊണ്ടോ അല്ല ഫംഗസിൻ്റെ സെൽ വോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കന് സെൽ വോൾ ആയിട്ട് വരുന്നുണ്ട്, സെൽ വോളിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. കാരണം ഫംഗസിന് മാത്രമല്ലല്ലോ സെൽ വോൾ ഉള്ളത്. പ്ലാന്റ്സിൻ്റെ കേസിൽ സെൽ വോൾ ഉണ്ട്, ദെൻ ആൽഗൻ്റെ കേസിൽ സെൽ വോൾ ഉണ്ട്. ഓക്കെ, അവക്കൊക്കെ സെൽ വോൾ ഉണ്ട്. അപ്പോൾ ചില ആനിമൽസിൻ്റെ കേസിൽ ചില ഓർഗാനിസംസിൻ്റെ കേസിൽ, അനിമൽസിൻ്റെ കേസിൽ പിന്നെ സെൽ വോൾ ഇല്ല കേട്ടോ. ഓക്കെ, ചില ഓർഗാനിസംസിൻ്റെ കേസിൽ പെപ്റ്റിഡോഗ്ലൈക്കനൊക്കെ സെൽ വോൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ഫംഗസിൻ്റെ കേസിലല്ല. അപ്പോൾ അമിനോ ആസിഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞു മക്കളെ, പ്രോട്ടീനും അല്ല. പെപ്റ്റിഡോഗ്ലൈക്കനെ നമുക്ക് ഫംഗസുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ വയ്യ. പിന്നെ ഏതാണ്? പിന്നെ വരുന്നത് കൈറ്റിനാണ്. ഓക്കെ, കൈറ്റിൻ. ഓക്കെ, വാട്ട് ഈസ് കൈറ്റിൻ? കൈറ്റിൻ ഈസ് എ പോളിസാക്കറൈഡ്. കൈറ്റിൻ പോളിസാക്കറൈഡ് ആണ്. മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, പോളിസാക്കറൈഡ്. മോണോസാക്കറൈഡ് നമുക്ക് ആരെ പറയാം മക്കളെ? പറഞ്ഞോളൂ, ആരെയാ? ഗ്ലൂക്കോസ്. ഡൈസാക്കറൈഡിലേക്ക് നമ്മൾ ആരെ പറയാം? മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ്. ഡൈസാക്കറൈഡാണ്. പോളിസാക്കറൈഡിലേക്ക് നമുക്ക് ആരെ പറയാം? സ്റ്റാർച്ചിനെ പറയാം, സെല്ലുലോസിനെ പറയാം, ഗ്ലൈക്കോജനെ പറയാം. നിങ്ങൾ കേട്ട വേർഡ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് ക്ലിയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ കൈറ്റിനാണ് ആൻസർ. ഓക്കെ, കൈറ്റിന് നമുക്ക് ഒരു പോളിസാക്കറൈഡ് ആയിട്ടാണ് പറയാൻ പറ്റുക. കൈറ്റിൻ ഒരു പോളിസാക്കറൈഡ് ആണ്. ഓക്കെ, മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, പോളിസാക്കറൈഡ്. മോണോസാക്കറൈഡിന് എക്സാമ്പിൾ, മോണോ മീൻസ് സിംഗിൾ, സാക്കറൈഡ് ഷുഗർ, സിംഗിൾ ഷുഗർ, ഗ്ലൂക്കോസ്, C6H12O6. ഡൈസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് മാൾട്ടോസ്. 2 ഗ്ലൂക്കോസുകൾ കൂടി ചേർന്നതാണ് മാൾട്ടോസ്. അത് ഡൈസാക്കറൈഡ് ആണ്.
പിന്നെ വരുന്നത് ആരാ മക്കളെ? പോളിസാക്കറൈഡ് ആണ്. പോളിസാക്കറൈഡിന് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർച്ച് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്, ഗ്ലൈക്കോജൻ ഉണ്ട്, കൈറ്റിൻ ഉണ്ട്. കൈറ്റിൻ ഒരു പോളിസാക്കറൈഡ് ആണ്. ആ കൈറ്റിൻ്റെ മോണോമർ ആരാന്നറിയോ? പോളി ആകുമ്പോൾ മോണോമർ ഉണ്ടാവില്ല മക്കളെ. കൈറ്റിൻ്റെ മോണോമർ ആരാ? എൻ അസിറ്റൈൽ ഗ്ലൂക്കോസാമൈൻ. എൻ അസിറ്റൈൽ ഗ്ലൂക്കോസാമൈൻ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി. എങ്ങനെ? നൈട്രജൻ കണ്ടെയ്നിങ് ആയ പോളിസാക്കറൈഡ് ആണ് കൈറ്റിൻ. നൈട്രജൻ അടങ്ങിയ പോളിസാക്കറൈഡ് ആണ് കൈറ്റിൻ. ആ കൈറ്റിന് ഫംഗൽ സെൽ വോളിൽ കാണുന്നുണ്ട്, ആർത്രോപോഡയുടെ ബോഡിയിലും കാണുന്നുണ്ട്. പൊറിഫറ, സീലൻഡ്രേറ്റ, ടിനോഫോറ, പ്ലാറ്റിക്കൽമിന്തസ്, അഷ്കൽമിന്തസ്, അന്നല്ലിഡ, ആർത്രോപോഡ. ആർത്രോപോഡയുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്, ആർത്രോപോഡയുടെ ആർത്രോപോഡ്സിന്റെ എക്സോസ്കെലിട്ടൻ ബാഹ്യ സംരക്ഷണം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൈറ്റിൻ എന്ന പദാർത്ഥം കൊണ്ടാണ്. ഓക്കെ, ആർത്രോപോഡിന്റെ ബോഡിയിലുണ്ട്. കോക്രോച്ച്, ആർത്രോപോഡ എന്ന് പറയുമ്പോൾ ഇൻസെക്റ്റാ. കോക്രോച്ചിന്റെ ബോഡി കൈറ്റിനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഓക്കെ, ആ കൈറ്റിന്റെ കളർ മക്കളെ ബ്രൗൺ ആണ് കേട്ടോ. ബ്രൗൺ കളറിലാണ് കൈറ്റിൻ കാണുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ കൈറ്റിൻ ആണ്. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 5. The number of layers in meninges is. The number of layers in meninges, pericardium, pleura. ഈ വേർഡെല്ലാം നിങ്ങൾ കേട്ടതാണ്. ഓക്കെ, മെനിഞ്ചസ്, പെരികാർഡിയം, പ്ലൂറ. മെനിഞ്ചസ് ആരുടെ പ്രൊട്ടക്ഷനാണ്? ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനാണ് മെനിഞ്ചസ്. ഓക്കെ, പെരികാർഡിയം ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷനാണ്. പ്ലൂറ ലങ്സിൻ്റെ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ നോളജ് എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. ഒരു ക്വസ്റ്റ്യനിൽ ലിമിറ്റഡ് ആവരുത്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് പല ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ഓക്കെ, അപ്പോൾ നോക്കൂ നിങ്ങൾ, മെനിഞ്ചസ് ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷനാണ് പെരികാർഡിയം, ലങ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് പ്ലൂറ. ഓക്കെ, അപ്പം മെനിഞ്ചസ് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊട്ടക്ഷനാണ്. മെനിഞ്ചസിൽ 3 ലെയേഴ്സാണുള്ളത്. ആൻസർ ആയല്ലോ അല്ലേ? മെനിഞ്ചസിൽ 3 ലെയേഴ്സ് ഉണ്ട്. നോക്കൂ, നമുക്ക് ആ ലെയേഴ്സ് ഏതാണെന്നും കൂടി പഠിക്കാം കേട്ടോ. ഏതൊക്കെയാണ് ആ ലെയേഴ്സ് എന്നും കൂടി പഠിക്കാം. മെനിഞ്ചസിൻ്റെ 3 ലെയേഴ്സ് ഏതൊക്കെയാ? ഔട്ടർ ഡ്യൂറാമാറ്റർ, മിഡിൽ അരാക്നോയിഡ് മാറ്റർ ആൻഡ് ഇന്നർ പിയ മാറ്റർ. Okay, meninges is made up of 3 layers: outer dura matter, middle arachnoid matter, inner pia matter. Okay, brain the covering ആണല്ലോ. Okay, brain ന്റെ കവറിംഗ് ആണ് cranial meninges. ഓക്കെ, സ്പൈനൽ കോഡിലും മെനിഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രെയിനിൻ്റെ കവറിങ് എന്നുള്ളത് കൊണ്ട് ഞാൻ ക്രേനിയൽ മെനിഞ്ചസ് എന്ന് പറഞ്ഞത്. ആ ക്രേനിയൽ മെനിഞ്ചസിൽ ഏറ്റവും പുറമെയുള്ള ലെയർ അതാണ് ഔട്ടർ ലെയർ ഡ്യൂറാ മാറ്റർ. ഹാർഡ് മദർ എന്നാണ് അതിൻ്റെ മീനിങ്. ഹാർഡാണ് ആ ലെയർ. ഓക്കെ, മിഡിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് അരാക്നോയിഡ് മാറ്റർ, അരാക്നിഡ. ആൻഡ് ദാറ്റ് ലെയർ ഈസ് ജസ്റ്റ് ലൈക്ക് എ സ്പൈഡർ വെബ്. Okay, and third, inner layer, മൂന്നാമത്തെ ലെയർ, ഇന്നർ ലെയർ, പിയ മാറ്റർ. പ്രത്യേകത അത് സോഫ്റ്റ് ആണ്, which is very close contact with brain tissue. അത് ബ്രെയിൻ ടിഷ്യൂനോട് ഏറ്റവും അടുത്താണ് നിൽക്കുക. ഇന്നർ അല്ലേ, പിന്നെ ബ്രെയിൻ ടിഷ്യൂനോട് ഏറ്റവും അടുത്തായിട്ട് തന്നെ അല്ലേ അത് കാണാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. Delta cells in pancreas secrete. A powerful question. Okay, a good question. Delta cells in pancreas secrete. Okay, already നിങ്ങൾ പാൻക്രിയാസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പാൻക്രിയാസ്, islets of Langerhans. Okay, islets of Langerhans. What do you mean by islets of Langerhans? Islets of Langerhans are the endocrine part of pancreas. You know,
Pancreas is an heterocrine gland. Pancreas is an heterocrine gland. വ്യത്യസ്തമായൊരു ഗ്ലാൻഡാണ്, ഒരു അടിപൊളി ഗ്ലാൻഡാണ് പാൻക്രിയാസ്. ഓക്കെ ഓക്കെ, ഒരു അമേസിംഗ് ഗ്ലാൻഡാണ് പാൻക്രിയാസ്. വൺ ടൈം it is able to produce what? Enzyme, and also it is able to produce what? Hormone. ഒരു ഭാഗത്ത് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മറൊരു ഭാഗത്ത് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻസൈമിനെയും ഹോർമോണിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഓക്കെ ഓക്കെ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ ആൽഫ സെൽസ് ഉണ്ട്, ബീറ്റാ സെൽസ് ഉണ്ട്, ഡെൽറ്റ സെൽസ് ഉണ്ട്. ആൽഫ സെൽസ് ഉണ്ട്, ബീറ്റാ സെൽസ് ഉണ്ട്, ഡെൽറ്റ സെൽസ് ഉണ്ട്. ആൽഫ സെൽസും ബീറ്റാ സെൽസും ഓൾറെഡി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതാണ്, നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ആൽഫ സെൽസ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോഗോൺ, ബീറ്റാ സെൽസ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ. ഓക്കെ, ആൽഫ സെൽസ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോഗോൺ, ബീറ്റാ സെൽസ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ. ഓക്കെ, ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, പ്രമേഹം ഉണ്ടാകുന്നത് ഇൻസുലിൻ ഡെഫിഷ്യൻസി മൂലമാണ്. പക്ഷെ ക്വസ്റ്റ്യൻ നോക്കൂ, വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് നോക്കൂ. ഡെൽറ്റ സെൽസ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് എ ഹോർമോൺ നോൺ ആസ് സൊമാറ്റോസ്റ്റാറ്റിൻ. Okay, delta cells is able to produce a hormone known as what? Somatostatin. Okay, somatostatin ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സൊമാറ്റോസ്റ്റാറ്റിൻ മറ്റ് രണ്ട് ഹോർമോൺസിൻ്റെ, ഐ മീൻ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോഗോണിൻ്റെയും ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ്റെയും പ്രൊഡക്ഷനെ സപ്രസ് ചെയ്യുക. സൊമാറ്റോസ്റ്റാറ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ്, സപ്രസ് ചെയ്യുന്ന ഹോർമോണാണ്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ അല്ല മക്കളെ? Islets of Langerhans, the endocrine part of pancreatic tissue, mainly 3 types of cells, alpha and beta. Alpha is able to produce glucagon. Beta cells is able to produce insulin. Deficiency of insulin leads to diabetes mellitus. Okay, then delta cells is able to produce what? Somatostatin. And this somatostatin it's an inhibiting hormone, and it inhibits the secretion of the insulin and also the glucagon. Okay, so question number 6, glucagon. Okay, other alpha cells are somatostatin, that is the answer. Delta cells, insulin, that is the beta cells. Then pancreatic polypeptide means the proteins comes under the category of pancreas എന്നുള്ളതാണ്. അത് എൻസൈംസ് ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നോക്കൂ question number 7, general question, a simple general question number 7, that is an organ that has the capacity to regenerate its damaged cell is. An organ that has the capacity to regenerate its damaged cell is. നഷ്ടപ്പെട്ട സെല്ലുകളിൽ നിന്ന് നിലവിലുള്ള സെല്ല് വെച്ചിട്ട് റീജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഓർഗൻ ഏതാണ്? ഓക്കെ, നഷ്ടപ്പെട്ട സെല്ലുകൾ, ഒരു ഭാഗം നഷ്ടപ്പെട്ടു, ഒരു ഓർഗൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു, ഒരു ഭാഗം ഡാമേജായി, അത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനാലോ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റിനാലോ ഒരു ഭാഗം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഭാഗം സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വന്നു. ഒരു ഓർഗൻ്റെ ഒരു ഏരിയ, ഒരു അവയവത്തിൻ്റെ ഒരു ഏരിയ സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഒരു അവയവത്തിൻ്റെ ഒരു ഓർഗൻ്റെ ഒരു ഏരിയയ്ക്ക് ഫിസിക്കലായിട്ടോ കെമിക്കലായിട്ടോ എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റി അത് സർജറി വഴി ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ നിലവിലുള്ള ടിഷ്യൂ ഉണ്ടല്ലോ, ആ ടിഷ്യൂ അവിടുന്ന് എന്ത് ചെയ്യുക? റീജനറേറ്റ് ചെയ്യുക, എന്നിട്ട് പഴയ പ്രതാപത്തോടു കൂടി ഓർഗനായിട്ട് തന്നെ നിൽക്കുക. അങ്ങനെ കഴിവുള്ളത് ആരാണ്? അതാണ് ആ ക്വസ്റ്റ്യൻ അല്ലടാ. an organ that has the capacity to regenerate means ability to regrow, വീണ്ടും വളരാൻ, ability to regrow. Okay, regeneration is a type of asexual reproduction. asexual reproduction ഒരു ടൈപ്പാണ് റീജനറേഷൻ. പ്ലനേറി ഒക്കെ കാണിക്കുന്നത് റീജനറേഷൻ ആണ്.
ഓക്കെ, പ്ലനേറിയനെ ഒരു ടോട്ടൽ പ്ലനേറിയെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഓരോ കഷ്ണവും പുതിയ പ്ലനേറിയയായിട്ട് മാറും. അത് റീജനറേഷനാണ്. അപ്പം നിലവിലുള്ളതിൽ നിന്ന് പുതിയതുണ്ടാക്കാം, അതാണ് റീജനറേഷൻ. അപ്പോൾ ഏത് ഓർഗൻ്റെ കപ്പാസിറ്റിയാണ്, കഴിവാണ് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ്. എന്താ റീജനറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എബിലിറ്റി ടു റീഗ്രോ ഫ്രം ദ ലോസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഒരു സർജിക്കലി ഒരു ഭാഗത്ത് റിമൂവ് ചെയ്തു, ബാക്കിയുള്ള ഭാഗം വെച്ചിട്ട് അത് പഴയ പ്രതാപത്തോടു കൂടി വരുന്നത് ഏത് ഓർഗനാണ്? ലങ്സ്, ഹാർട്ട്, ലിവർ, കിഡ്നി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, ജനറൽ ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ലിവർ. ലിവർ ആസ് ദ പ്രോപ്പർട്ടി ഓഫ് റീജനറേഷൻ. ലിവറിനാണ് റീജനറേഷൻ പ്രോപ്പർട്ടി ഉള്ളത്. ലിവർ ലാർജസ്റ്റ് ഗ്ലാൻഡാണ്, ഏറ്റവും വലിയ ഗ്ലാൻഡാണ് ലിവർ. ഓക്കെ, ലാർജസ്റ്റ് ഗ്ലാൻഡാണ്. 1.2 to 1.5 കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, 1.2 to 1.5 കിലോഗ്രാം വെയിറ്റ് ആണ് ലിവർ. ഓക്കെ, ലിവർ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. ഓക്കെ, അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ മായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ലിവർ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. 1.2 to 1.5 കിലോഗ്രാം വെയിറ്റ്. ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദി അബ്ഡോമിനൽ ക്യാവിറ്റി ബിലോ ഡയഫ്രം. ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ബിലോ ഡയഫ്രം. ഡയഫ്രത്തിന് താഴെയായിട്ടാണ് അത് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ലിവറിൻ്റെ ഒരു ഭാഗത്തെ സർജിക്കലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും നിലവിലുള്ള ഭാഗം വെച്ചിട്ട് പഴയ ഫങ്ഷനോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള കഴിവ് ലിവറിനുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 പോകാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് വെയിൻ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈസ് കറക്റ്റ്, ഏതാണ് കറക്റ്റ് അബൌട്ട് വെയിൻ? വെയിനിനെ സംബന്ധിച്ച്. വെയിൻ എന്താ മക്കളെ? സിരകളാണ് അല്ലെ? ധമനികൾ, സിരകൾ, ലോമികകൾ, അങ്ങനെ പേര് നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ധമനികൾ, സിരകൾ, ലോമികകൾ. ആർട്ടറീസ് ധമനികൾ, വെയിൻസ് സിരകൾ, ക്യാപ്പിലറീസ് ലോമികകൾ. ആർട്ടറീസ്, ധമനികൾ, വെയിൻസ്, സിരകൾ, ദെൻ ക്യാപ്പിലറീസ്, ലോമികകൾ. സോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് വെയിൻ? വെയിനെ സംബന്ധിച്ച് കറക്റ്റായത് ഏതാണ്? ഒന്നാമത്തേത് വാൽവ്സ് ആർ പ്രസൻറ്റ്. വെയിനിൽ വാൽവുകളുണ്ട്. ഓക്കെ, അത് 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതല്ല എങ്കിൽ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചൊരു പോയിൻ്റാണ്. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് വെയിൻ? വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം വേരിയസ് ബോഡി ഓർഗൻസ് ടു ഹാർട്ട്. Veins are the blood vessels which carry blood from various body organs to heart. വ്യത്യസ്തമായ അവയവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ അവയവങ്ങളിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് വെയിൻ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് വെയിൻ. നിങ്ങൾ വീനാ കാവയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സുപ്പീരിയർ വീനാ കാവ, ഇൻഫീരിയർ വീനാ കാവ കേട്ടതാണ്. ഊർദ്ധമഹാസിര, അധോമഹാസിര കേട്ടതാണ്. പൾമൊണറി വെയിന് കേട്ടതാണ്. ശ്വാസകോശസിര, പൾമൊണറി വെയിന് കേട്ടതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡിനെ ഹാർട്ട് എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് വഴിതെറ്റാതെ ഹാർട്ട് എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് വെയിന്. ആ വെയിനിന് വാൽവ് ഉണ്ട്, വാൽവ്സ് പ്രസൻ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. വെയിൻ എന്താണ്? തിക്ക് വാളാണ് എന്ന്. വെയിൻ എന്താണ്? തിക്ക് വാളാണ്. നിങ്ങൾ ആർട്ടറിനും വെയിനും എടുക്കുകയാണെങ്കിൽ അവിടെ 3 ലെയേഴ്സാണ് ഉണ്ടാവുക. ആർട്ടറീസ് ആൻഡ് വെയിൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 3 layers. ട്യൂണിക്ക എക്സ്റ്റേണ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക ഇൻറ്റിമ. ഓക്കെ, ട്യൂണിക്ക എക്സ്റ്റേണ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക ഇൻറ്റിമ. ഇങ്ങനെ 3 ലെയേഴ്സാണ് ആർട്ടറീസിലും ഉള്ളത്, വെയിൻസിലും ഉള്ളത്. രണ്ടിലും, ആർട്ടറീസിലും വെയിൻസിലും 3 ലെയേഴ്സേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ട്യൂണിക്ക എക്സ്റ്റേണ എന്ന ഒരു എക്സ്റ്റേണൽ ലെയറിനെ കാണാം, ട്യൂണിക്ക മീഡിയ എന്ന മിഡിൽ ലെയറിനെ കാണാം, ട്യൂണിക്ക ഇൻറ്റിമ എന്ന ഇൻറ്റേർണൽ ലെയറിനെ കാണാം. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ 3 ലെയർ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിൽ നിങ്ങൾ ഒരു ആർട്ടറിൻ്റെ ഡയഗ്രം ഒരു വെയിൻ്റെ ഡയഗ്രം കൂടി കമ്പയർ ചെയ്യണം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു പോയിന്റ് എന്താ? ട്യൂണിക്ക മീഡിയ ഇസ് വാട്ട്? വെരി തിൻ.
ട്യൂണിക്ക മീഡിയ ഇസ് വാട്ട്സ് വെരി തിൻ. ട്യൂണിക്ക മീഡിയ എന്താണ്? വെരി തിന്നാണ്. ട്യൂണിക്ക മീഡിയ എന്ന മിഡിൽ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്, സ്മൂത്ത് മസിൽ കൊണ്ടാണ്. ആ സ്മൂത്ത് മസിൽ വെരി തിന്നാണ്, വെരി തിന്നാണ്. അതുകൊണ്ട് ഈ വെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രോഡ് ലൂമൻ ആയിരിക്കും, ആർട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ലൂമൻ ആയിരിക്കും. കാരണം ആർട്ടറിയിൽ ഈ സ്പേസിലൂടെ ആയിരിക്കും ബ്ലഡ് പോവുക, ഇത്രയും ഭാഗത്തു കൂടിയാണ് ആർട്ടറിയിൽ ബ്ലഡ് പോവുക. എന്നാൽ വെയിനിൽ ഇത്രയും ഭാഗത്തു കൂടി എന്ത് ചെയ്യുക? ബ്ലഡ് പോകാം. മനസ്സിലായോ? കാരണം എന്താ? ട്യൂണിക്ക മീഡിയ തിന്നാണ്. ട്യൂണിക്ക മീഡിയ എന്ന മിഡിൽ ലെയർ, സ്മൂത്ത് മസിലിനാൽ നിർമ്മിക്കപ്പെട്ട മിഡിൽ ലെയർ വെരി തിന്നാണ് ഇൻ ദി കേസ് ഓഫ് വെയിൻസ്. വെയിൻസിന്റെ കേസിൽ സോ ദേ ഹാവ് എ ബ്രോഡ് ലൂമൻ. അവർക്ക് വിശാലമായൊരു സ്പേസ് ഉണ്ട്, ആ സ്പേസിലൂടെ ബ്ലഡ് എന്ത് ചെയ്യാം? അവർക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ആർട്ടറീസിൽ ട്യൂണിക്ക മീഡിയ തിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഷോർട്ട് ലൂമനെ ഉണ്ടാവുള്ളൂ, ഷോർട്ട് സ്പേസേ ഉണ്ടാവുള്ളൂ. അതിലൂടെ ബ്ലഡ് വളരെ കൺജസ്റ്റഡ് ആയിട്ട് പോകണം. മനസ്സിലായോ? നോക്കൂ, അടുത്ത് നോക്കൂ. ക്യാരീസ് ബ്ലഡ് ഇൻ ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷർ. ക്യാരീസ് ബ്ലഡ് ഇൻ ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷർ. അത് ഈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നത് വെയിൻ അല്ല, അത് ആർട്ടറീസ് ആണ്. Arteries are the blood vessels which carry blood from heart to various body organs. ഹാർട്ടിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നത് ആർട്ടറീസ് ആണ്. മനസ്സിലാവുണ്ടോ? ഹാർട്ടിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് ആർട്ടറി. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് വെയിൻ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് വെയിൻ? വാൾവ്സ് ആർ പ്രസൻറ്റ്. വാൾവ്സ് ആർ പ്രസൻറ്റ്. ഓക്കെ, thick wall. Okay, thick wall. Then carries blood from high speed and high pressure. Thick wall അല്ലാന്ന് ഞാൻ പറഞ്ഞു. Carries blood from high speed and high pressure. അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ ഡയഗ്രാം വെച്ച് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ക്യാരീസ് ബ്ലഡ് ഫ്രം ഹാർട്ട്, അതും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വാൾവ്സ് ആർ പ്രസൻറ്റ് എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. സോ ക്വസ്റ്റ്യൻ നമ്പർ 8 ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 9. Question number 9. Which is not true about meiosis? മിയോസിസുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ആവാത്തത് ഏതാണ്? Which is not true about meiosis. ഓക്കെ, മൈറ്റോസിസ് ആൻഡ് മെയോസിസ്, ക്രമഭംഗവും ഊനഭംഗവും. ക്രമഭംഗവും ഊനഭംഗവും നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, അതിൽ ഊനഭംഗമാണ് മെയോസിസ്. സോ വിച്ച് ഇസ് നോട്ട് ട്രൂ അബൌട്ട് മെയോസിസ്. മിയോസിസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ല, തെറ്റായതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾ മിയോസിസിനെ കുറിച്ച് മനസ്സിലാക്കിയത് എന്താ? ഞാൻ ജസ്റ്റ് അതൊരു സിംബോളിക്കായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരാം. നോക്കൂ, മിയോസിസിൻ്റെ കേസിൽ 2n ആണ്. ഓക്കെ, 2n. ആ 2n നിന്ന് ദെൻ നമുക്ക് 2n കിട്ടാം. ഓക്കെ, n കിട്ടുന്നു. ദെൻ ഇത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. വി ക്യാൻ ഗെറ്റ് വാട്ട്? n here also, and here also we can get what? n. ഇതാണ് മിയോസിസ് മനസ്സിലാക്കാനുള്ള ഏറ്റവും സിമ്പിൾ ഡയഗ്രാം. മിയോസിസ് എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ഏറ്റവും സിമ്പിൾ ഡയഗ്രമാണ് ഞാൻ ഈ ബോർഡുമ വരച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ശ്രദ്ധിക്കൂ എല്ലാവരും. മിയോസിസ് ഈസ് ഓൾവേസ് ഹാപ്പൻസ് ഇൻ വാട്ട്? ഡിപ്ലോയിഡ് സെൽസ്. ഡിപ്ലോയിഡ് സെൽസിലാണ് മിയോസിസ് നടക്കുന്നത്. അതാണ് ഞാൻ 2n എന്ന് കാണിച്ചത്. ഡിപ്ലോയിഡ് സെൽസിൽ ക്രോമസോം നമ്പർ ഇരട്ടിയായിട്ട് കാണുന്ന 23, 46. അപ്പോൾ 46ലാണ് നടക്കുക. ഓക്കെ, 23ൽ നടക്കില്ല. സോ മിയോസിസ് ഓൾവേസ് ഹാപ്പൻസ് ഇൻ ഡിപ്ലോയിഡ് സെൽസ്. ഇപ്പോൾ നമ്മുടെ കേസിൽ 23, 46 ആണ്. 23 ആണ് n. ഓക്കെ, 23 നമ്പർ ഓഫ് ക്രോമസോംസ് ആണെങ്കിൽ അത് n ആണ്, ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, 46 നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് എങ്കിൽ അത് ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, 2n ആണ്. അപ്പോൾ മിയോസിസ് ഓൾവേസ് ഹാപ്പൻസ് ഇൻ വാട്ട്? ഡിപ്ലോയിഡ് സെൽസ്. ശരിയല്ലേ? മിയോസിസ് എല്ലായ്പ്പോഴും നടക്കുന്നത് ഡിപ്ലോയിഡ് സെൽസിലാണ്. ഇനി നോക്കിയാൽ നിങ്ങൾ, മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1ന് ശേഷം നമുക്ക് 2 സെൽസ് കിട്ടും. മിയോസിസ് 2ന് ശേഷം നമുക്ക് 4 സെൽസ് കിട്ടും. ശരിയല്ലേ? മിയോസിസ് ഈസ് ഓൾവേസ് ഹാപ്പൻസ് ഇൻ
Meiosis is always happens in diploid cells. Meiosis 1 ശേഷം we can get 2 cells, that is haploid, and meiosis 2 ശേഷം we can get what? 4 cells, അതും haploid ആണ്. അപ്പോൾ ഇവിടെ 2n എന്തായിട്ട് മാറുന്നുണ്ട് മക്കളെ? n ആയിട്ട് മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് ക്രോമസോം നമ്പർ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ക്രോമസോം നമ്പർ പകുതിയായിട്ട് കുറയുന്നുണ്ട്. അത് റിഡക്ഷൻ ഡിവിഷനാണ്. അപ്പോൾ മിയോസിസ് എന്താണ്? റിഡക്ഷൻ ഡിവിഷനാണ്, കുറയുന്ന ഡിവിഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിഡക്ഷൻ സംഭവിച്ചു. ഓക്കെ, ഇനി മിയോസിസ് 2ന്റെ പ്രത്യേകത എന്താ? മിയോസിസ് 2ന്റെ പ്രത്യേകത നടക്കുന്നത് മിയോസിസ് 2 ആണെങ്കിലും അതിൻ്റെ നേച്ചർ എന്താണ്? മൈറ്റോസിസ് ആണ്. നടക്കുന്നത് മിയോസിസ് 2 ആണ്, പക്ഷെ നേച്ചർ എന്താണ്? മൈറ്റോസിസ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നോക്കൂ, n പിന്നെ റെഡ്യൂസ് ചെയ്തിട്ടില്ല, അതന്നെ ക്രോമസോം നമ്പർ അതന്നെ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ദെൻ ഇവിടെ n അതായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടെ എല്ലാം തന്നെ ക്രോമസോം നമ്പർ അതന്നെയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മിയോസിസ് എന്ന ഊനഭംഗം നടക്കുന്നത് ഡിപ്ലോയിഡ് സെൽസിലാണ്. ഓക്കെ, അതിൽ മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മിയോസിസിന് മൈറ്റോസിസിനും മിയോസിസിനും കോമൺ സ്റ്റെപ്പുകളാണുള്ളത്. ഏതൊക്കെയാണ്? പ്രൊഫേസ്, ദെൻ മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഓക്കെ, പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇതന്നെയാണ് മിയോസിസിൻ്റെയും മൈറ്റോസിസിൻ്റെയും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. അപ്പം ഞാൻ പറഞ്ഞത് മിയോസിസ് നടക്കുന്നത് ഡിപ്ലോയിഡ് സെല്ലിലാണ്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1 ശേഷം വി ഗെറ്റ് 2 സെൽസ്, മിയോസിസ് 2 ശേഷം വി ഗെറ്റ് വാട്ട്? 4 സെൽസ്. മിയോസിസ് എന്ന് പറയുന്നത് മെയിൻലി ഇതെന്താണ്? റിഡക്ഷൻ ഡിവിഷനാണ്. ഇത് റിഡക്ഷൻ ഡിവിഷനാണ്. ഓക്കെ, റിഡക്ഷൻ ഡിവിഷനാണ്. 2n എന്തായിട്ട് മാറുന്നുണ്ട്? n ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ മിയോസിസ് 2ൻ്റെ പ്രത്യേകത അത് ഇക്വേഷണലാണ്. ഓക്കെ, ഇക്വേഷണലാണ്. ക്രോമസോം നമ്പർ അതന്നെയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഒരു റീപ്രൊഡക്റ്റീവ് സെല്ലാണ് എങ്കിൽ നമ്മളൊരു സ്പെർമാറ്റോഗോണിയം എന്ന ഒരു റീപ്രൊഡക്റ്റീവ് സെല്ലിനെ എടുക്കുകയാണെങ്കിൽ അവയിൽ ആദ്യം 46 ആയിരിക്കും. ആ 46 എന്നുള്ള സെല്ല് മിയോസിസ് 1 വിധേയമാകുമ്പോൾ 23 എന്ന് പറയുന്ന 2 സെല്ലായിട്ട് മാറും. ഓക്കെ, ഈ 23 എന്ന് പറയുന്ന ഈ സെല്ല് മിയോസിസ് 2 വിധേയമാകുമ്പോൾ നമുക്ക് 23 എന്ന് പറഞ്ഞ 2 സെല്ല് കിട്ടും. ഇവിടെ നമുക്ക് 23 എന്ന് പറയുന്ന 2 സെല്ല് കിട്ടും. ഓക്കെ, നിങ്ങളുടെ എക്സ്ട്രാ റീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സ്പെർമാറ്റോഗോണിയം സ്പേം ഉണ്ടാകുന്ന സെല്ല്, sperm ഉണ്ടാകുന്ന സെല്ല്, ആൻഡ് ദിസ് ഈസ് വാട്ട്? ദ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ദിസ് ഈസ് ദ സ്പെർമാറ്റോഗോണിയം. ആ സ്പെർമാറ്റോഗോണിയം മിയോസിസ് 1 ശേഷം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകും. ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ ക്രോമസോം നമ്പർ എത്രയാണ്? 23 ആണ്. 23 ആണ്. ദാ 2n ആയിട്ട് മാറി, റിഡക്ഷൻ ഡിവിഷനാണ്. ദെൻ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ മിയോസിസ് 2 നടക്കുന്നു. അത് ഇക്വേഷനിലാണ്. നമുക്ക് എന്ത് കിട്ടുന്നു? സ്പേമിനെ കിട്ടുന്നു. എത്ര സ്പേമിനെ കിട്ടുന്നു? 4 സ്പേമിനെ കിട്ടുന്നു. ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? വിച്ച് ഇസ് നോട്ട് ട്രൂ എബൌട്ട് മിയോസിസ്. മിയോസിസിനെ പറ്റി ട്രൂ അല്ലാത്തതാണ് ചോദിച്ചത് കേട്ടോ. മിയോസിസ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ടു ഹാഫ്. ശരിയാണ്. ഓക്കെ, 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ക്യാച്ച് ചെയ്തതാണ്. റിഡക്ഷൻ ഡിവിഷനാണ്. മിയോസിസ് occur during gamettogenesis. മിയോസിസ് ഗമറ്റോജനസിസിന്റെ സമയത്ത് നടക്കുന്നു. ജനസിസ് മീൻസ് വാട്ട്? ജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫോർമേഷൻ, ഉണ്ടാവുക. ജനസിസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫോർമേഷൻ എന്നാണ്, ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ ഗമറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫോർമേഷൻ ഓഫ് ഗമേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ സ്പെർമാറ്റോജനസിസ് കാണിച്ചത്. സ്പെർമാറ്റോഗോണിയത്തിൽ നിന്നാണ് സ്പേം ഉണ്ടാവുന്നത്. അപ്പോൾ സ്പെർമാറ്റോഗോണിയത്തിൽ നിന്ന് സ്പേം ഉണ്ടാവുന്നത് സ്പെർമാറ്റോജനസിസ് ആണ്. അതൊരു ഗമറ്റോജനസിസ് ആണ്. ഓക്കെ, അപ്പോൾ മിയോസിസ് ഒക്കർ ഡ്യൂറിങ് ഗമറ്റോജനസിസ് എന്നത് ശരിയാണ്. മിയോസിസ് 1 റിസൾട്ട് ഇൻ വാട്ട്? മിയോസിസ് 1 റിസൾട്ട് ഇൻ 2 daughter cells. ഓക്കെ, മിയോസിസ് 1 റിസൾട്ട്സ് ഇൻ 2 daughter cells. മിയോസിസ് 1 ശേഷം 2 daughter cells കിട്ടും. ശരിയാണ്, 2 daughter cells കിട്ടും. മിയോസിസ് 1 ഈസ് സിമിലർ ടു മൈറ്റോസിസ്. മിയോസിസ് 1 മൈറ്റോസിസിന് തുല്യമാണ്? അല്ല.
മിയോസിസ് 1 അല്ല മൈറ്റോസിസിന് തുല്യം, മിയോസിസ് 2 ആണ് മൈറ്റോസിസിന് തുല്യം. അപ്പോൾ ക്ലിയർ അല്ലേ? മിയോസിസ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ക്രോമസോം ടു ഹാഫ്, ശരിയാണ്, റിഡക്ഷൻ ഡിവിഷൻ ആണ്. മിയോസിസ് ഒക്കെ ഡ്യൂറിങ് ഗമറ്റോജെനസിസ്, ശരിയാണ്, അതിൻ്റെ എവിഡൻസ് ബോർഡിലുണ്ട്. മിയോസിസ് 1 റിസൾട്ട് ഇൻ 2 ഡോട്ടർ സെൽസ്, അതും ബോർഡിലുണ്ട്. മിയോസിസ് 1 സിമിലർ ടു മൈറ്റോസിസ് അല്ല, മിയോസിസ് 2 ആണ് സിമിലർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10, which one of the following is not associated with the process of hearing? Which one of the following താഴെ കൊടുത്തിരിക്കുന്നതിൽ is not associated with the process of hearing? കേൾവിയുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ കേൾവിയുമായിട്ട് ബന്ധപ്പെടാത്തത്, ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെടാത്തത്, ഓഡിറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടാത്തത് ആരാണ്? നോക്കൂ, ഒന്നാമത്തേത് ടിംഫാനം. നോക്കൂ, പിന്നെ ഓഡിറ്ററി കനാല്, ഇയർ ഡ്രമ്മ അഥവാ ടിംഫാനം അതുണ്ട്. ഓക്കെ, ചെവിക്കുട, കർണനാളം, കർണപടം അതുള്ളതാണ്. ഓക്കെ, അത് നമ്മുടെ ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ് 3 അസ്ഥികൾ കാണുന്നത്. മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. അപ്പോൾ പിന്നെ ഓഡിറ്ററി കനാല്, ഇയർ ഡ്രം അതുള്ളതാണ് കേട്ടോ. ചെവിക്കുട, കർണനാളം, കർണപടം അത് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സെമി സർക്കുലാർ കനാൽസ്, രണ്ടാമത്തെ ഓപ്ഷൻ. സെമി സർക്കുലാർ കനാൽസ് അർദ്ധവൃത്താകാര കുഴലുകൾ, സെമി സർക്കുലാർ കനാൽസ്, മലയാളത്തിൽ നമുക്ക് അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് പറയാം. അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് പറയാം. സെമി സർക്കുലാർ കനാൽസ്, ഹാഫ് സർക്കിൾസ്. സെമി സർക്കുലാർ കനാൽസ് 3 എണ്ണമാണ്. സെമി സർക്കുലാർ കനാൽസ് 3 എണ്ണമാണ്. ഇന്നർ ഇയറിലെ ആന്തരകർണത്തിൽ 3 സെമി സർക്കുലാർ കനാൽസ് കാണും. അതിൻ്റെ അഗ്രഭാഗം മുഴച്ചിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ ആംബ്യൂള എന്ന് വിളിക്കുക. സെമി സർക്കുലാർ കനാൽസിൻ്റെ അഗ്രഭാഗം മുഴച്ചിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ ആംബ്യൂള എന്ന് വിളിക്കുക. ഓക്കെ, സെമി സർക്കുലാർ കനാൽസ്, ഇന്നർ ഇയറിൽ കാണുന്ന സെമി സർക്കുലാർ കനാൽസ് അർദ്ധവൃത്താകാര കുഴലുകൾ ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെമി സർക്കുലാർ കനാൽസ് വെസ്റ്റിബ്യൂള്, യൂട്രിക്കിള്, സാക്യൂള്, ഓട്ടോലിത്ത് ഇതെല്ലാം ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരൊക്കെ മക്കളെ? സെമി സർക്കുലാർ കനാല്, ഓട്ടോലിത്ത് ഓർഗൻസ്, യൂട്രിക്കിൾസ്, സാക്യൂൾസ്, വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ഇതെല്ലാം തന്നെ ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതല്ലാത്തതെല്ലാം ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോക്ലിയ ഇന്നർ ഇയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിയറിംഗ് ഓർഗനാണ് കോക്ലിയ. ഓക്കെ, സ്നെയിലിൻ്റെ ഷേപ്പിൽ കാണുന്ന കോക്ലിയ ഇന്നർ ഇയറിലെ വളരെ പ്രധാനപ്പെട്ട ഹിയറിംഗ് ഓർഗനാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മാറ്റി നിർത്തിയാൽ മതി. ആരൊക്കെ അറിയോ? സെമി സർക്കുലാർ കനാൽസ്, ദെൻ ഓട്ടോലിത്തോ ഓർഗൻസ്, വെസ്റ്റിബുലാർ അപ്പാരറ്റസ്, യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾസ് ഇവയെല്ലാം ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതല്ലാത്തതെല്ലാം ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈസി അല്ല അത് മനസ്സിലാക്കാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 നമുക്ക് പോകാം. Question number 11. The skeletal joint that enables movement in only one direction. Okay, skeletal joint that enables movement in only one direction. ഓക്കെ, ലോക്കമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഏത് ജോയിൻ്റാണ്, ഏത് സന്ധിയാണ്, ഏത് ജോയിൻ്റാണ് മൂവ്മെൻറ്റ് കാണിക്കുന്നത്? ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അവിടെ തന്നത് ഏതാ മക്കൾ? ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? ഹിഞ്ച് ജോയിൻറ്റ്. ഓക്കെ, ഹിഞ്ച് ജോയിൻറ്റ് ഒന്നാമത്തെ ഓപ്ഷന്. ഓക്കെ, ഹിഞ്ച് ജോയിൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഹിഞ്ച് ജോയിൻറ്റ് ഏതാ മക്കളെ? ഹിഞ്ച് ജോയിൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ജോയിൻ്റ് ആണ്. നമ്മുടെ കാൽമുട്ടിൻ്റെ ജോയിൻറ്റ്, നീ എന്ന് പറയുമ്പോൾ കാൽമുട്ടല്ലേ, ഈ കാൽമുട്ടിൻ്റെ ജോയിൻ്റ് ആണ്, നീ ജോയിൻ്റ് ആണ് ഹിഞ്ച് ജോയിൻറ്റ്. അതൊരു ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു ഡയറക്ഷനിലല്ലേ, ഒരു പ്ലെയിനിലല്ലേ അതിന് മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നുള്ളൂ. അപ്പോൾ ഹിഞ്ച് ജോയിൻറ്റ് അല്ലെങ്കിൽ നീ ജോയിൻറ്റ് എന്ന് പറയുന്നതാണ് ഒരു എക്സാമ്പിൾ. ഇനി അടുത്തത് തന്നിരിക്കുന്ന ഏതാ? ഓപ്ഷൻ 2 ഏതാ? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഗോളര സന്ധി എന്നൊക്കെ പറയാം.
ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഗോളർ സന്ധി. ഇത് നോക്കൂ, ഇതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഇതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് അല്ലെ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഒരു ബോണിന്റെ ബോള് മറ്റൊരു ബോണിന്റെ സോക്കറ്റിൽ ഫിറ്റ് ചെയ്യാം. ഒരു ബോണിന്റെ ബോള് മറ്റൊരു ബോണിന്റെ സോക്കറ്റിൽ ഫിറ്റ് ചെയ്യുക, അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അപ്പോൾ ഇതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഓക്കെ, ഇത് ഒരു പ്ലെയിനിലല്ലല്ലോ ഇതിന്റെ മൂവ്മെന്റ്. ഓക്കെ, ദെൻ ഗ്ലൈഡിങ് ജോയിന്റ്. ഏതാ മക്കളെ ഗ്ലൈഡിങ് ജോയിന്റ്? ഇത് ഗ്ലൈഡിങ് ജോയിന്റ് ആണ്. ഇതൊക്കെ ഫ്രീലി മൂവബിൾ ജോയിന്റ് ആണ്. ഓക്കെ, ഗ്ലൈഡിങ് ജോയിന്റ്. ഈ കാർപ്പൽസിൽ കാണുന്ന ജോയിന്റ്സ്, ബിറ്റ്വീൻ കാർപ്പൽസ്, ഈ ഏരിയ ബിറ്റ്വീൻ കാർപ്പൽസ്. ഓക്കെ, ബിറ്റ്വീൻ കാർപ്പൽസ് ഇതൊരു ഗ്ലൈഡിങ് ജോയിന്റ് ആണ്. ഓക്കെ, അതൊരു പ്ലെയിനിലല്ല. ദെൻ പിവോട്ട് ജോയിന്റ്. പിവോട്ട് ജോയിന്റ് നിങ്ങൾക്ക് അറിയാലോ, ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. വാട്ട് ഈസ് അറ്റ്ലസ്? the first vertebrae. What is axis? The second vertebrae. Okay, between atlas and axis ഈ മൂവ്മെന്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൂവ്മെന്റ്, ഈ മൂവ്മെന്റിനൊക്കെ നമുക്ക് സഹായിക്കുന്ന ജോയിന്റ്. അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് അത് കേട്ടോ. ഡെഫിനറ്റ്ലി നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിക്കുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. ദ സ്കെലിറ്റൽ ജോയിന്റ് that enables the movement in only one direction. Hinge joint, ball and socket joint, gliding joint, pivot joint. Answer is hinge joint. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 12. The part of nucleus that plays a major role in the synthesis of ribosome. The part of nucleus, nucleusന്റെ ഏത് ഭാഗമാണ്? The part of nucleus that plays a major role in the synthesis of ribosome. റൈബോസോം എന്ന സ്ട്രക്ചറിനെ ഉണ്ടാക്കുന്ന ന്യൂക്ലിയസിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? The part of nucleus, ന്യൂക്ലിയസിന്റെ ഭാഗം that plays a major role in the synthesis of ribosome. റൈബോസോമിന്റെ സിന്തസിസിൽ മേജർ റോൾ കാണിക്കുന്നത് ആരാണ് എന്നാണ്. നമുക്ക് ന്യൂക്ലിയസിന്റെ ഡയഗ്രാം വരക്കാം. നോക്കൂ, ഇതാണ് ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ് എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഇതാണ് ന്യൂക്ലിയസ്. ഓക്കെ, ഇത് ന്യൂക്ലിയസ് ആണ്. ഇത് ന്യൂക്ലിയസ് ആണ് എങ്കിൽ ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ഓക്കെ, സോ ദീസ് ആർ വാട്ട്? ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഡബിൾ മെംബ്രെയിൻ ആണ്. ഡബിൾ മെംബ്രെയിൻ ആണ്. സോ ദീസ് ആർ വാട്ട്? ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഡബിൾ മെംബ്രെയിൻ ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. സോ ദിസ് ഈസ് ന്യൂക്ലിയർ മെംബ്രെയിൻ. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്, ഡബിൾ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഈ പോറിനെ നമ്മൾ എന്താ വിളിക്കുക? അത് ന്യൂക്ലിയർ പോറാണ്. ന്യൂക്ലിയർ പോർ. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ഞാൻ കാണിച്ചു തന്നു, ഡബിൾ മെംബ്രെയിൻ ആണ്. ദെൻ അവയ്ക്കിടയിലുള്ള ഗ്യാപ്പ് സൂചിപ്പിച്ചു, ന്യൂക്ലിയർ പോറ്. ആൻഡ് ദിസ് ഈസ് വാട്ട്? പെരിന്യൂക്ലിയർ സ്പേസ്. ഈ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് പെരിന്യൂക്ലിയർ സ്പേസ് എന്നാണ്. പെരിന്യൂക്ലിയർ സ്പേസ്. ഇനി ഈ സ്പേസ് ഉണ്ടല്ലോ മക്കളെ, ഈ ഉൾഭാഗം ഉണ്ടല്ലോ, ഈ ഉൾഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുക? ഈ ഉൾഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം. ഓക്കെ, ന്യൂക്ലിയോപ്ലാസം. ഇനി ആ ന്യൂക്ലിയോപ്ലാസത്തിൽ ആരാ കാണാം? ആ ന്യൂക്ലിയോപ്ലാസത്തിൽ ആരുണ്ട്? ക്രൊമാറ്റിൻ ആൻഡ് പ്രോട്ടീൻസ് ഉണ്ടാവും. ഓക്കെ, ക്രൊമാറ്റിൻ. ഓക്കെ, ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ടാകും. ഓക്കെ, ക്രൊമാറ്റിൻ ഉണ്ടാകും. ക്രൊമാറ്റിൻ ആൻഡ് പ്രോട്ടീൻസ്, ക്രൊമാറ്റിൻ ആൻഡ് ഡി എൻ എ ഉണ്ടാകും. ഓക്കെ, പിന്നെ ഇവിടെ ആരുണ്ട്? വേറൊരു സ്ട്രക്ചർ ഉണ്ട്, റൗണ്ട് ഷേപ്പ്ഡ് സ്ട്രക്ചർ ഉണ്ട്. ഈ റൗണ്ട് ഷേപ്പ്ഡ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ഈ റൗണ്ട് ഷേപ്പ്ഡ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ആൻഡ് ദിസ് ന്യൂക്ലിയോലസ് ഈസ് ദ സിന്തസിസ് ഓഫ് RNA. റൈബോസോമൽ RNA ഉണ്ടാക്കുന്നത് ന്യൂക്ലിയോലസ് ആണ്. റൈബോസോമൽ RNA ഉണ്ടാക്കുന്നത് ന്യൂക്ലിയോലസ് ആണ്. അപ്പോൾ നോക്കൂ മക്കളെ, ഈ ഡയഗ്രത്തിൽ ഞാൻ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ഓക്കെ, ഇതാണ് ന്യൂക്ലിയസിന്റെ ഡയഗ്രാം. ന്യൂക്ലിയസിനെ കവർ ചെയ്തുകൊണ്ട് ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, അതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, ആ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയർ പോറിലൂടെയാണ് ന്യൂക്ലിയസിന്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും വരുന്നത്. രണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് പെരിന്യൂക്ലിയർ സ്പേസ്. അകത്തുള്ള ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം.
ന്യൂക്ലിയോപ്ലാസത്തിൽ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ട്, അതായത് DNA ഉണ്ട്, ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്, ആൻഡ് ഓൾസോ വാട്ട് ന്യൂക്ലിയോലസ് ഉണ്ട്. ആ ന്യൂക്ലിയോലസിലാണ് RNA സിന്തസിസ് നടക്കുന്നത്, റൈബോസോമൽ RNA സിന്തസിസ് നടക്കുന്നത്. ആൻഡ് ദിസ് റൈബോസോമൽ RNA ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദ സിന്തസിസ് ഓഫ് റൈബോസോംസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്ക്: ക്രൊമാറ്റിൻ റെറ്റിക്കുലം, ന്യൂക്ലിയർ പോർ, ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയോലസ്. ആൻസർ ഈസ് ഓപ്ഷൻ 4, ന്യൂക്ലിയോലസ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13, 13ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13, വിച്ച് ഈസ് എ ഫംഗൽ ഡിസീസ്? ഓക്കെ, വിച്ച് ഈസ് എ ഫംഗൽ ഡിസീസ്? നോക്കൂ: അത്ലറ്റ്സ് ഫുട്ട്, ഫിലേറിയാസിസ്, മീസിൽസ്, റാബീസ്. അത്ലറ്റ്സ് ഫുട്ട്, ദെൻ ഫിലേറിയാസിസ്, മീസിൽസ് ആൻഡ് റാബിറ്റ്സ്. ഓപ്ഷൻ 1 ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്, അത്ലറ്റ്സ് ഫുട്ട്. ഓക്കെ, അത്ലറ്റ്സ് ഫൂട്ടാണ് അവിടെ അതിൻ്റെ കറക്റ്റ് കൺസെപ്റ്റായിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റൽ അത്ലറ്റ്സ് ഫൂട്ട് തന്നെയാണ്. ദാറ്റ് ഈസ് അത്ലറ്റ്സ് ഫൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ്. ഇച്ചിങ്ങും അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൻ, ഓക്കെ, സോഫ്റ്റ് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിങ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ടീനിയ പെഡിസ് എന്ന് പറയുന്ന ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അത്ലറ്റ്സ് ഫൂട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ മീസിൽസ് ആൻഡ് റുബേല, ഓക്കെ, MMR വാക്സിൻ, മീസിൽസ് റുബേല വാക്സിൻ, ഓക്കെ, അതൊക്കെ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അത്ലറ്റ്സ് ഫൂട്ട് ഫംഗൽ ഇൻഫെക്ഷനാണ്, പക്ഷേ മീസിൽസ് റുബേല ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. സ്മോൾ ചിൽഡ്രൻസിനെ ബാധിക്കുന്നൊരു വൈറൽ ഇൻഫെക്ഷനാണ്. അതിന് സൊല്യൂഷനായിട്ടാണ് MMR വാക്സിൻ വന്നിട്ടുള്ളത്. പിന്നെ റാബീസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിലെ പഠിക്കുന്നതാണല്ലോ. റാബീസ് അനിമൽസിൻ്റെ ബൈറ്റ് മൂലം, ഓക്കെ, അനിമൽസിൻ്റെ ബൈറ്റ് മൂലം ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് റാബീസ്. എ ഡെഡ്ലി വൈറസ് സ്പ്രെഡ് ടു പീപ്പിൾ ഫ്രം ദി സലൈവ ഓഫ് ഇൻഫെക്റ്റഡ് ആനിമൽസ്. ഓക്കെ, എസ്പെഷ്യലി ദി ബൈറ്റ് ഓഫ് ദി അനിമൽ ബൈറ്റ്. ഓക്കെ, അവിടെ ഡോഗിൻ്റെ ഒക്കെ ബൈറ്റ് മൂലമാണ് ആ റാബീസ് എന്ന് പറയുന്ന റാബീസ് വൈറസ്. ഹൈഡ്രോഫോബിയ, ഓക്കെ, റാബീസ്. അപ്പോൾ അവിടെ അത്ലറ്റ്സ് ഫൂട്ട് മാത്രമേ ഉള്ളൂ ഫംഗൽ ഡിസീസായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ബാക്കിയുള്ളതെല്ലാം തന്നെ, ഓക്കെ, റാബീസ് ആണെങ്കിൽ അതൊരു ഡെഡ്ലി വൈറസ് ആണ് അവിടെ അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റുബേലൻ്റെ കേസിൽ, മീസിൽസിൻ്റെ കേസിലും ഡെഡ്ലി വൈറസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ഫിലേറിയാസിസ് പിന്നെ എലഫന്റിയാസിസ് ഓർ ഫിലേറിയാസിസ് അതൊരു ഹെൽമിന്തസ് ആണ്. ആഷ്കെൽമിന്തസ് ഉണ്ടാക്കുന്ന പോറിഫറ, സീലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിക്കൽമിന്തസ്, ആഷ്കെൽമിന്തസ് ആണ് ഫിലേറിയാസിസ് അല്ലെങ്കിൽ എലഫന്റിയാസിസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാലൊക്കെ വീർത്തിട്ട് വരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ലിംഫ് വെസൽസ് സ്വെല്ല് ചെയ്തിട്ട് കാലൊക്കെ എൻലാർജ് ചെയ്ത് വരുന്ന, കാലിൻ്റെ സ്ട്രക്ചറിൽ തന്നെ മാറ്റം വരുന്ന, ഗ്രോസ് ഡീഫോർമിറ്റീസ് വരുന്ന എലഫന്റിയാസിസ് വരുന്നത്. ഓക്കെ, അത് ഈ ഫിലേറിയാസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14, 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. വിച്ച് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിക്കുന്നതാണ്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, ഓക്കെ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷന് അതൊരു എനൈറോബിക് റെസ്പിറേഷനാണ്. ഓക്കെ, എനൈറോബിക് റെസ്പിറേഷനാണ്. അതൊരു എനൈറോബിക് റെസ്പിറേഷനാണ്. അവിടെ ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു. ആ പൈറുവിക് ആസിഡിൽ നിന്ന് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു. സോ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് എനൈറോബിക് റെസ്പിറേഷൻ. അവിടെ ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു. അതായത് ഗ്ലൈക്കോളിസിസ് ആദ്യം നടക്കുന്നു. പിന്നെ ആ ഗ്ലൈക്കോളിസിന് ശേഷം, പൈറുവിക് ആസിഡ് ഉണ്ടായതിനു ശേഷം ആ പൈറുവിക് ആസിഡിൽ നിന്ന് ലാക്റ്റിക് ആസിഡ് ആണ് ഉണ്ടാകുന്നത്. അതാണ് സ്കെലിറ്റൽ മസിലിൻ്റെ അകത്ത് നടക്കുന്നത്. നമ്മൾ ഫാസ്റ്റായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മസിൽസിന് ഓക്സിജൻ കിട്ടില്ല. കാരണം നമ്മളിങ്ങനെ അത്രയും സ്പീഡിലാണ് ഓടുന്നത്. അപ്പോൾ മസിൽ വർക്ക് ചെയ്യുന്ന സ്പീഡ് കൊണ്ട് മസിൽസിന് എന്ത് ചെയ്യില്ല, ഓക്സിജനെ കിട്ടില്ല. അങ്ങനെ ഓക്സിജൻ കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ മസിൽസിലെ എനൈറോബിക് റെസ്പിറേഷനാണ് വിധേയമാവുക. അവിടെ അടിഞ്ഞുകൂടുന്നത് ലാക്റ്റിക് ആസിഡ് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എൻസൈംസിൻ്റെ സഹായത്തോടു കൂടി ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജിനേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ എനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ഗ്ലൈക്കോലൈസിസ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ്. ഗ്ലൈക്കോലൈസിസ് തന്നെയാണ് ഇനീഷ്യൽ സ്റ്റെപ്പ്. ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നുണ്ട്? പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ഇൻകംപ്ലീറ്റ്ലി, അത് എനൈറോബിക് റെസ്പിറേഷൻ ആണല്ലോ.
എയറോബിക് റെസ്പിറേഷനിലല്ലേ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്, എനൈറോബിക് ആകുമ്പോൾ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ തന്നെയാണ്. ഓൺലി 2 ATP മോളിക്യൂൾസ് ആർ ജനറേറ്റഡ്. ഓൺലി 2 ATP മോളിക്യൂൾസ് ആർ ജനറേറ്റഡ്. 2 ATP മോളിക്യൂൾസ് തന്നെയാണ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അത് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ടുള്ള സെക്ഷനിൽ പിന്നെ പറയാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ലിബറേറ്റഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യാൻ ഇത് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ അല്ല, നമ്മൾ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ 4 ആണ് അവിടെ ഫോൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റാണ്. നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ, നമ്മുടെ ഡിസ്കഷൻ പേപ്പറിൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട് ലാക്ടേഷൻ ആൻഡ് സ്റ്റിമുലേറ്റ് ദ യൂട്രസ് ടു കോൺട്രാക്ട്. നിങ്ങളുടെ സിലബസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ സ്റ്റാൻഡേർഡുകളിൽ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. ദ ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട് ലാക്ടേഷൻ. വാട്ട് യു മീൻ ബൈ ലാക്ടേഷൻ? ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് ഓഫ് മിൽക്ക്. ഓക്കെ, മാമറി ഗ്ലാൻഡ് മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റിമുലേറ്റ് ദ യൂട്രസ് ടു കോൺട്രാക്ട്. കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ്, അതായത് അവിടെ സൂചിപ്പിക്കുന്നത് ബർത്ത് ഹോർമോൺ ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ബർത്ത് ഹോർമോൺ, ബർത്തിനെ സഹായിക്കുന്ന ഹോർമോൺ. അതുപോലെ തന്നെ മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ. ഫീമെയിലില് ബർത്തിനെ സഹായിക്കുന്ന ഹോർമോൺ, അതോടൊപ്പം തന്നെ ഫീമെയില് മിൽക്കിനെ ഇജക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ദാറ്റ് ഈസ് ദി ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനെയാണ് ബർത്ത് ഹോർമോണായിട്ട് പരിഗണിക്കുന്നത്. ഓക്സിറ്റോസിനെ തന്നെയാണ് മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോണായിട്ടും പരിഗണിക്കുന്നത്. കാരണം രണ്ട് ഭാഗത്തും അത് ചെയ്യുന്നത് കോൺട്രാക്ഷൻ ഓഫ് വാട്ട്? സ്മൂത്ത് മസിൽസ് ആണ്. സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷനാണ്, സങ്കോചമാണ്. മറ്റു ഓപ്ഷൻസ് നോക്കൂ. കാൽസിട്ടോണിൻ, അത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോണാണ്. തൈറോക്സിൻ, അതും തൈറോയ്ഡ് ഗ്ലാൻഡ് ഹോർമോണാണ്. വാസോപ്രസിൻ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഓക്സിറ്റോസിനും ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് തന്നെയാണ്. പക്ഷേ ഓക്സിറ്റോസിൻ ഈ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസിലൂടെ ദ ഹെൽപ്പ് ഇൻ ദി ബർത്ത് ആൻഡ് ഓൾസോ മിൽക്ക് ഇജക്ഷൻ. സോ ജനറലി ബർത്ത് ഹോർമോൺ ആൻഡ് മിൽക്ക് ഇജക്റ്റ് ഹോർമോൺ ആർ വാട്ട്? ഓക്സിറ്റോസിൻ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ 15 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അർത്ഥത്തിലായിരിക്കണം നിങ്ങൾ NTSC എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. എക്സ്ട്രാ റീഡിങ്ങിൽ ഒരുപാട് ബുക്ക് റെഫർ ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെ നല്ല ഒരു അറ്റംപ്റ്റ് തന്നെ എക്സാമിന് വേണ്ടി നടത്തും. ഓക്കെ.